പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപം കാർഷിക മേഖലയിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കടക്കാതിരിക്കാൻ നിർമ്മിച്ച താൽക്കാലിക വളയം ബണ്ട് മഴ ശക്തമായതോടെ പൊളിച്ചു നീക്കി. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA നേരിട്ട് സ്ഥലത്തെത്തി ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയാണ് ബണ്ട് പൊളിക്കൽ തുടങ്ങിയത്. ഡ്രഡ്ജർ ഇറക്കി യന്ത്രസഹായത്തോടെ താൽക്കാലിക വളയം ബണ്ടിലെ മണ്ണും മുളംകുറ്റികളും തെങ്ങിൻ മുട്ടികളും നീക്കുമെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA പറഞ്ഞു. ഡ്രഡ്ജർ ഈ ഇടിയഞ്ചിറയിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ ബണ്ടിന്റെ അവശിഷ്ടങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നീക്കും. ജല ഒഴുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ തന്നെ പുനഃസ്ഥാപിക്കും. അങ്ങനെ ഇടിയഞ്ചിറ റെഗുലേറ്റർ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിൽ എത്തും. റെഗുലേറ്ററിന്റെ ജീർണത മൂലം എല്ലാ വർഷവും ലക്ഷങ്ങൾ മുടക്കിയാണ് താൽക്കാലിക വളയം ബണ്ട് കെട്ടിയിരുന്നത്. ഇത്തവണ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണം നടത്തുന്നതിനായി റെഗുലേറ്ററിന്റെ ഇരുഭാഗത്തും വളയം ബണ്ട് കെട്ടിയിരുന്നു. റെഗുലേറ്ററും ഷട്ടറുകളും നവീകരിച്ചതോടെ ഉപ്പുവെള്ളം കടക്കാതിരിക്കാൻ ഇനി ലക്ഷങ്ങൾ മുടക്കി താൽക്കാലിക വളയം ബണ്ട് നിർമ്മിക്കേണ്ടി വരില്ലെന്നാണ് കരുതുന്നത്. വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ റെഗുലേറ്ററിന്റെ 32 ഷട്ടറുകളിൽ 5 ഷട്ടറുകൾ ഇതിനകം ഉയർത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴയുടെ തോത് നോക്കി മറ്റു ഷട്ടറുകളും ഉയർത്തുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ വ്യക്തമാക്കി. TCV പാവർട്ടി.